ഞാനൊരു എക്സ്ട്രോവേർട്ട് ആണോ അതോ ഞാനിനി ഒരു ഇൻട്രോവേർട്ട് ആണോ? ഞാൻ പറയുന്ന എക്സാമ്പിൾസ് വെച്ച് നിങ്ങൾ തന്നെ അതൊന്ന് എനിക്ക് പറഞ്ഞതാണ്. ഫസ്റ്റ് എക്സാമ്പിൾ, ഞാനൊരു നേഴ്സാണല്ലോ, എനിക്കൊരു സപ്പോർട്ട് വർക്കർ ഉണ്ട്. ഞാൻ നല്ല ബിസി ആയിരിക്കുന്ന ഒരു ടൈമിൽ സപ്പോർട്ട് വർക്കർ ചുമ്മാ ഇരിക്കാൻ വിചാരിച്ചു. അവരോട് ചെന്നൊരു ഹെൽപ്പ് ചോദിക്കാൻ എനിക്ക് നല്ല പേടിയാണ്. ഇനി അവരെന്തെങ്കിലും വിചാരിച്ചാൽ. രണ്ടാമത്തെ എക്സാമ്പിൾ, എനിക്ക് നല്ല തലവേദനയാണ്. എനിക്ക് എല്ലാവരോടും പറയണമെന്നുണ്ട് എനിക്ക് തലവേദനയാണ്. ഇനി അവരിങ്ങനെ വിചാരിച്ചാലും എനിക്ക് മടിയാണെന്ന് അത് എന്നെ മിണ്ടത്തില്ല. അതേസമയം വേറൊരാൾ എൻ്റെ അടുത്ത് വന്ന് അവർക്ക് തലവേദനയാണെന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, അവരോട് എനിക്ക് പറയണമെന്നുണ്ട് എനിക്കും തലവേദനയാണ്. പക്ഷേ അവരിങ്ങനെ വിചാരിച്ചാലോ, അവര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന്. അതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ലെന്ന് മാത്രമല്ല, അവരോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അവരുടെ പണിയും കൂടി ഞാനും കേൾക്കും. മൂന്നാമത്തെ എക്സാമ്പിൾ, ഞാനിപ്പം ഇന്ന് കുക്ക് ചെയ്യാൻ കപ്പ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ റെഡി ആക്കി ഇരിക്കാൻ വെച്ചു. എന്റെ വീട്ടിലുള്ള വേറൊരാൾ അതേ കപ്പ തന്നെ കുക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നതിന് മുന്നേ അവർ കുക്ക് ചെയ്താൽ എനിക്കത് ഉണ്ടാക്കാൻ നല്ല മടിയാണ്. ഇനി അവരെങ്ങാനും വിചാരിച്ചാലോ, അവർ കപ്പ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ കപ്പ ഉണ്ടാക്കിയെന്ന്. അതുകൊണ്ട് ഞാൻ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്യും. 2 ദിവസം കഴിഞ്ഞ് സെയിം കപ്പ ഉണ്ടാക്കും. അപ്പൊ അവർ വിചാരിക്കില്ലല്ലോ അവരുണ്ടാക്കിയത് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്. നാലാമത്തെ എക്സാമ്പിൾ, ഇപ്പൊ എന്നോട് ഒരാൾ പറയാണ് ഞാൻ ചെയ്തത് ശരിയല്ല, ഈ രീതിയിലല്ലായിരുന്നു ചെയ്യേണ്ടതെന്ന്. അവര് ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ എനിക്കത് പറയാൻ പേടിയാ. അവർ പറയുന്ന എല്ലാം അഡ്മിറ്റ് ചെയ്ത് ഓക്കെ നെക്സ്റ്റ് ടൈം ഞാനത് ശരിയാക്കാം എന്ന് പറയും. എന്നാൽ പോലും ഞാൻ പറയില്ല നിങ്ങൾ ചെയ്തത് എങ്ങനെയാ, നിങ്ങൾ ചെയ്തത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിചാരിക്കുമോ, അവരിനി നല്ലൊരു കാര്യം പറഞ്ഞു തന്നിട്ട് നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് വിചാരിച്ച് ഞാനത് പറയത്തില്ല. ഇനി അഞ്ചാമത്തെ കാര്യം, എനിക്കറിയത്തില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ഫോൺ കോൾ വന്ന് ഞാൻ എടുക്കത്തില്ല. അവർ വിളിച്ചിട്ട് എന്തായിരിക്കും പറയാ, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവൂ, ഞാൻ എന്താ തിരിച്ചു പറയാ, എനിക്ക് എന്തെങ്കിലും പറയാൻ കിട്ടുമോ, ഇങ്ങനെ ഒരു 100 ടെൻഷൻ കാരണം ഫോൺ പേരിൽ മൊത്തം അടിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ ഇവിടെ കൊണ്ട് അവസാനിച്ചോ? അതും ഇല്ല. ഇതിനെല്ലാം ഒരു പ്രതികാരം വീട്ടില്ല. എപ്പോഴാ ഉറക്കത്തില് ചുമ്മാ ഇരിക്കുന്ന CSWനെ കൊണ്ട് പണിയെടുപ്പിക്കുക, എനിക്ക് തലവേദനയാന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇരിക്കുക. അതുപോലെ ഇന്ന് ഞാൻ കപ്പ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ കപ്പ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് കപ്പ ഉണ്ടാക്കുക ഉറക്കത്തില്. പിന്നെ എന്നെ കുറ്റം പറഞ്ഞ ആൾക്കാരോട് തിരിച്ച് 2 കുറ്റം പറയുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എല്ലാ കോളും എടുക്കുക, അവർ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും തിരിച്ച് 2 പറയാം. ഇതൊക്കെ എന്റെ ഡ്രീമാണ്. പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, മുന്നോട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഗണത്തിൽ പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ലെവലിലൊക്കെ, കോൺഫിഡൻസിനൊക്കെ അപേക്ഷിച്ചിരിക്കും. ഇൻസെക്യൂരിറ്റി, കോൺഫിഡൻസ്, അതുപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ്. അപ്പം ഇതിലൊന്നും എക്സ്ട്രോവേർട്ടിനും ഇൻട്രോവേർട്ടിനും ഒന്നും ചെയ്യാനില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.